ആത്മീയ ചിന്ത പകരുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് സമർപ്പിട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതായിരിക്കുന്ന ഒരു വേദഭാഗം നമുക്ക് പ്രാരംഭമായിട്ട് വായിക്കാം. അത് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ 1-2 വാക്യങ്ങളാണ്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-2 വാക്യം. സഭയുടെ ദൂതനെ എഴുതുക. ദൈവത്തിന്റെ ഏഴാത്മാവും 7 നക്ഷത്രമുള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവൻ എന്ന നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർത്തുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഹല്ലേലൂയ. നമുക്കറിയാം വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം മുതൽ എഫെസോസിലെ, സ്മർണയിലെ, പെർഗമോസിലെ, അതുപോലെ തീർത്ഥായിലെ, സർദീസിലെ സഭയ്ക്ക്, അങ്ങനെ ഫിലാദൽഫിയിലെ സഭയ്ക്ക് എഴുതുന്ന ദൂതുകളെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ ഇവിടെ ചിന്തനീയമായിരിക്കുന്ന ഒരു വിഷയം നമ്മെ എല്ലാവരെയും ഒരുപോലെ ചിന്തിപ്പിക്കാനായിട്ട് ഇട നൽകുന്നൊരു കാര്യമാണ്. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, എല്ലാം അറിയുന്ന ഒരു ദൈവമുണ്ട്. മാത്രമല്ല, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട്. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാണ്. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നാം ചിന്തിക്കേണ്ടതായിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിർജീവമായിരിക്കുന്ന ഒരു സഭ. കർത്താവ് നോക്കുമ്പോൾ നിർജീവമായിരിക്കുന്ന സഭ, പുറത്തുനിന്ന് നോക്കിയാൽ ജീവനുണ്ട് എന്ന് തോന്നിക്കുന്ന ഒരു സഭ. എന്നാൽ യഥാർത്ഥത്തിൽ കർത്താവ് പറയുന്നു, നീ ജീവനില്ലാത്തവനാണ്. മരിക്കാറായ ചില ശേഷിപ്പുകളുണ്ട്, നീ അതിനെ ഉണർത്തിക്കൊള്ളണം. ഇല്ല എങ്കിൽ ഉണർന്നുകൊള്ളുക, ചാവാറായി ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. 3-ാം വാക്യം പറയുന്നു, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. അത് ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരും എന്ന് നീ അറിയുകയുമില്ല. കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ ഇങ്ങനെ പറയുവാനായിട്ട്, കർത്താവിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം, ദൈവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം കർത്താവ് കള്ളനെ പോലെയല്ല വരുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഒരു മണവാളനെ പോലെയാണ് വരുന്നത്. കാരണം മണവാട്ടിയായി സഭയ്ക്ക് കർത്താവ് വരുന്ന മണവാളനെ പോലെയാണ്. അതിന്റെ അർത്ഥം ഒരുക്കമുള്ളവരായി വിശുദ്ധിയോടെ കർത്താവിനെ എതിരേൽക്കുവാനായിട്ട് അസമയത്തും സമയത്തും ഒരുങ്ങി നിൽക്കേണ്ടവരാണ് ദൈവസഭയിലെ അംഗങ്ങളെന്ന്, അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് ദൈവസഭയുടെ ശുശ്രൂഷകരെന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തി. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് കർത്താവ് ഇവിടെ ജീവനില്ലാത്തൊരു സഭ എന്ന് പറയുന്നത്? ഒരു സഭ നിർജീവമാകാൻ എന്തെല്ലാം കാരണങ്ങൾ? ഹല്ലേലൂയ. ഒരു 4 കാരണങ്ങളെ കുറിച്ചും 3 മനോഭാവങ്ങളെ കുറിച്ചും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു സഭ മരിച്ചു പോകുന്നതിന് അല്ലെങ്കിൽ നിർജീവമാകുന്നതിന്, അതല്ലെങ്കിൽ ഇവിടെ കർത്താവ് പറഞ്ഞ ഒരു പുറമേ നിന്ന് നോക്കിയാൽ ജീവനുള്ളതെന്നും എന്നാൽ കർത്താവ് നോക്കിയാൽ മരിച്ചതെന്നും തോന്നുന്ന സഭ വരുവാനുള്ള കാരണം എന്താണ് എന്ന് അല്പസമയം ചിന്തിക്കുവാനായിട്ട് ദൈവത്തിന്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കും. 4 കാര്യങ്ങളാണ് പ്രാരംഭമായി സമയം പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പീഡനം തന്നെയാണ്. അത് ആദിമ ക്രൈസ്തവർ മുതൽ അനുഭവിച്ച വസ്തുതയാണ് പീഡനം എന്ന് പറയുന്നത്.
പെർസിക്യൂഷൻ. നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ താമസിച്ചിരുന്ന ആ സഭയിൽ ഇപ്പോൾ ആരാധനയില്ല. കാരണം ഒരു ദിവസം സുവിശേഷ വിരോധികൾ വന്ന് പാസ്റ്ററെയും അവിടെയുള്ള സ്ത്രീകളെയും ഒക്കെ ഉപദ്രവിച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഇനി ഹൈക്കോടതിയിൽ നിന്ന് ഒരു ഉത്തരവുണ്ടാകുന്നത് വരെ അവിടെ ആരാധന നടത്തരുത് എന്ന് നിർദ്ദേശിച്ചിട്ടാണ് പോയത്. ഒരു പീഡനം സംഭവിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ചില സഭകൾ നിശബ്ദമായി മാറുന്നുണ്ട് എന്ന് പറഞ്ഞാൽ സഭാവിശ്വാസികൾ പലരും എന്ത് ചെയ്യും? മിണ്ടാതായി പോകും. എന്ന് പറഞ്ഞാൽ പ്രവർത്തനരഹിതമാകും, നിർജീവാവസ്ഥയിലേക്ക് പോകുന്ന അനേക സഭകളുണ്ട്. ഒരു കാരണം എന്ന് പറയുന്നത് പീഡനം. എന്നാൽ ഏത് പീഡനം വന്നാലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന സഭ, ആ സഭ ജീവനുള്ള സഭയാണെന്ന് ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തി. ഹല്ലേലൂയ. എന്തുകൊണ്ടത് പറയുന്നു എന്ന് ചോദിച്ചാൽ, നാം ഇവിടെ വായിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ ഈ വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഓരോ സഭയെ കുറിച്ച് എഴുതുമ്പോൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നു. ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഓരോ സഭയെ കുറിച്ച് എഴുതുമ്പോൾ, സ്മരണയിലെ സഭയെ എഴുതുമ്പോൾ പറയുകയാണ്, നീ സഹിക്കുവാനുള്ള പേടിക്കേണ്ട. ഇവിടെ എഴുതിയിരിക്കുക, ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നു താൻ. നീ പേടിക്കണ്ട. ചിലർ തടവിലാക്കുവാൻ പിശാച് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഉപദ്രവവും ഉണ്ടാകും, പക്ഷേ വിശ്വസ്തനായിരിക്കും. ഹല്ലേലൂയ. ജീവനുള്ള സഭയുടെ പ്രത്യേകത, പ്രതികൂലം വരുമ്പോഴും പീഡനം വരുമ്പോഴും ഏത് കഷ്ടം വരുമ്പോഴും ഏത് ദാരിദ്ര്യം വരുമ്പോഴും കർത്താവിന് വേണ്ടി ജീവനോടെ വർത്തിക്കുന്ന സഭയത്ര ജീവനുള്ള സഭ. എന്നാൽ പീഡനം വരുമ്പോൾ പ്രവർത്തിക്കാതിരിക്കുകയും നിശബ്ദരാകുകയും പീഡനത്തെ കുറിച്ച് ഓർത്ത് സഭയിലെ വിശ്വാസികൾ അധൈര്യപ്പെടുകയും പേടിച്ച് കൂട്ടായ്മയിൽ വരാതിരിക്കുകയും സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാതിരിക്കുകയും ചെയ്യുന്നു. സഭ മരിച്ചു പോകുവാനിടയിൽ രണ്ടു തരത്തിലുള്ള സഭ മരിച്ചു പോകുന്നു. ഒന്ന്, അവിടെയുള്ള സഭ ഇല്ലാതാകുമ്പോൾ ലോക്കൽ സഭ എന്ത് ചെയ്യും? മരിച്ചു പോകുമെന്ന് പറയാം. കർത്താവിന്റെ സഭ മരിച്ചു പോവുകയും ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ അറ്റാക്ക് ചെയ്യുക. കാരണം അത് ജയിക്കില്ല എന്ന് പറഞ്ഞാൽ അത് സാർവത്രികമായ കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ സഭയെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം നാം നോക്കുമ്പോൾ, ഒരു സഭ നിർജീവമായി പോകാൻ അല്ലെങ്കിൽ മരിച്ചു പോകുവാൻ അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കിയാൽ പ്രവർത്തിക്കുന്നുവെങ്കിലും കർത്താവ് നോക്കിയാൽ മരിച്ച അവസ്ഥയിലാകുവാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് തെറ്റായ ഉപദേശങ്ങളുടെ സാന്നിധ്യം. ഇതെല്ലാ കാലത്തും പിശാച് നല്ലവണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം, ഹല്ലേലൂയ, കർത്താവ് അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അനേകം തെറ്റിക്കുവാൻ കടന്നു വരും. ഫോൾസ് ടീച്ചിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. എഫെസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നു, നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും ഞാൻ അറിയുന്നു. കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തതിനെ ദൈവം മാനിക്കുകയാണ്. അതിൽ പറയുകയാണ്, കള്ള അപ്പസ്തോലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പസ്തോലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാർ എന്ന് കണ്ടതും നീ തളർന്നു പോകാതിരിക്കുന്നതും ഞാൻ അറിയുന്നു. അതുകൊണ്ട് തെറ്റായ ഉപദേശം, കോംപ്രമൈസ് ഉള്ള ഉപദേശം, മറ്റൊരിടത്ത് പറയുന്നത് ഹല്ലേലൂയ നിക്കോലോവരുടെ ഉപദേശം നീ വെറുക്കുന്നു. എന്താ നിക്കോലോവരുടെ ഉപദേശം? നിക്കോലോവരുടെ ഉപദേശം എന്ന് പറഞ്ഞാൽ ആ ഉപദേശത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്. യഹോവ ദൈവമാകുന്നു, വിഗ്രഹം ദൈവമാകുന്നു. ഡിവോഴ്സ് ഞാൻ വെറുക്കുന്നു, ചില സാഹചര്യം ഡിവോഴ്സ് ഞാൻ അനുകൂലിക്കുന്നു.
സ്വയം കൊലപാതകം തന്നെയായിരിക്കുന്ന അല്ലെങ്കിൽ കൊലപാതകമായിരിക്കുന്ന അബോർഷൻ, അത് ഞാൻ വെറുക്കുന്നു. എന്നാൽ അനേക കാരണങ്ങളാൽ ഞാനത് അംഗീകരിക്കും. പകരം ചെയ്യുന്നത് എന്താ? ഞാനതിനെതിരാ. എന്നാൽ പ്രവൃത്തി പദത്തിലോ ഇന്ന സാഹചര്യങ്ങൾ കൊണ്ട് അനുകൂലം. എന്താ ഇതിന്റെ അർത്ഥം? ഇത് തന്നെ നിക്കോളോവിന്റെ ഉപദേശം. ഹല്ലേലൂയ. കോംപ്രമൈസിന്റെ ഉപദേശം. കോംപ്രമൈസിന്റെ ഉപദേശം ഏത് സഭകളിൽ കടന്നു വന്നാലും ആ സഭ മരിച്ചു പോകുവാൻ ആരംഭിക്കുമെന്നുള്ള വസ്തുത ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മിപ്പിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് സ്വതന്ത്ര സഭകളായി, സ്വതന്ത്ര സഭ എന്ന് പറയുമ്പോൾ ആദ്യമൊക്കെ എനിക്ക് വലിയ അഭിമാനമായി. കാരണം സോ കോൾഡ് പെന്റിക്കോസ്റ്റൽ സഭകളെക്കാൾ വളരെ വ്യത്യസ്തതയുള്ളതാണ്. കാരണം ആഭരണം ധരിക്കാതിരിക്കുകയും മീശ വടിക്കുകയും വെള്ളവസ്ത്രം ധരിക്കുകയും ചെയ്ത വിശുദ്ധിയാണെന്ന് പറയുന്ന ഒരു സമൂഹത്തിൽ നിന്ന് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്നേഹവും വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്നുള്ള വേർപാടുമാണ് ഈ സ്വതന്ത്ര സഭയുടെ ഒരു മുഖച്ഛായ എന്ന് വിശ്വസിച്ചുകൊണ്ട് കർത്താവിൽ അഭിമാനിച്ച ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഒരിക്കലും ദേവദാസൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ സ്വതന്ത്രന്മാരാണല്ലേ? എന്നാൽ അദ്ദേഹം എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, സ്വതന്ത്രന്മാരോ സ്വതന്ത്രന്മാരോ എന്ന് ചോദിച്ചു. എന്നോട് ചോദിച്ചതാ, സ്വതന്ത്രന്മാരാണോ സ്വതന്ത്രന്മാരാണോ എന്ന് ചോദിച്ചു. അതിനുശേഷം എനിക്ക് സ്വതന്ത്ര സഭ എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഉള്ളിലൊരു നാണക്കേടും അല്ലെങ്കിൽ നമ്മളിൽ പലരും സ്വതന്ത്രന്മാർ, നമുക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലാത്തത് കൊണ്ടും നാം എല്ലാത്തിലും പോകുന്നവരാണെന്ന് ചിന്തയുള്ളത് കൊണ്ടും നമ്മളെ സംബന്ധിച്ചോളം നാം പലപ്പോഴും സ്വതന്ത്രന്മാരായി മാറിക്കൊണ്ടിരിക്കും. ഇത് ഞാൻ നമ്മളെ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല, ഞാൻ എന്നെ കുറ്റപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് എന്നോടൊപ്പം ഏറ്റെടുക്കാമെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഒരു വിശുദ്ധീകരണത്തിന് ഇടയാകുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് സത്യമാർഗത്തെ മുറുകെ പിടിക്കാം. പത്രോസ് എഴുതിയ 2 അധ്യായം 1-2 വാക്യത്തിൽ ഹല്ലേലൂയ സത്യമാർഗത്തെ എതിർക്കുന്ന പലരും വരുമെന്ന് പത്രോസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20 അധ്യായത്തിൽ വിപരീത ഉപദേശം പറയുന്ന പലരും കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിലേക്ക് വരും, നിങ്ങളുടെ ഇടയിൽ നിന്ന് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പുറത്തുനിന്ന് തന്നെ വരണമെന്നില്ല, നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതും ദൈവവചനത്തിലേക്ക് പ്രതിക്കും. നിർജീവമാകുന്ന രണ്ടാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമത്തെ കാര്യം, എപ്പോഴാണ് ഒരു സഭ നിർജീവമാകുന്നത്, മരിക്കുന്ന അനുഭവത്തിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ അതിന് 2 കാര്യങ്ങൾ പറയുവാൻ കഴിയും. ഒന്ന്, നാം പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കും, പ്രത്യേകിച്ച് ഈ കർത്തൃമേശയുടെ സമയത്ത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഞാൻ വാക്കുകൊണ്ട്, ഞാൻ പ്രവൃത്തി കൊണ്ട്, നിരൂപണങ്ങളെ കൊണ്ട്, കൺമുഖം കൊണ്ട്, ജഡമുഖം കൊണ്ട്, ജീവനത്തിന്റെ പ്രതാപം കൊണ്ട് അങ്ങേക്കെതിരെ ചെയ്തു പോയ സകല തെറ്റുകളും എന്നെ ക്ഷമിക്കണം എന്ന് നാം പറയുന്നു. സത്യമാണ്. പക്ഷേ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. കണ്ണിന്റെ മോഹം, ജഡത്തിന്റെ ആഗ്രഹം, ഇത് രണ്ടും ഒരു സഭയെ നിർജീവാവസ്ഥയിൽ കൊണ്ടുവരും. എന്ന് പറഞ്ഞാൽ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട്, ഒരു വേണ്ടിയായിട്ട് ലോകം സഭയുടെ ഉള്ളിൽ കയറി വന്ന, ലോകത്തിന്റെ സിസ്റ്റം സഭയുടെ ഉള്ളിൽ കയറി വന്ന, അല്ലെങ്കിൽ ഇമ്മോറാലിറ്റി, അല്ലെങ്കിൽ ആ ദൈവത്തിന് പ്രകാരം പറയുകയാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത ഈ ലോകത്തിന്റെ അവസ്ഥകൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ, സഭയുടെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ സഭയുടെ വേരുകൾ അറ്റുപോകാനാണ്. എന്ന് പറഞ്ഞാൽ സഭ എന്ത് ചെയ്യാൻ തുടങ്ങും? മരിക്കാൻ തുടങ്ങുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. കാരണം ദൈവത്തിന്റെ വചനത്തിൽ കൃത്യമായിട്ട് 1 യോഹന്നാൻ 2 അധ്യായത്തിൽ, അതുപോലെ വെളിപ്പാട് പുസ്തകം 2 അധ്യായത്തിൽ ഹല്ലേലൂയ തീത്തോറിലെ സഭയ്ക്ക് എഴുതുന്ന ദൂത് എഴുതിയപ്പോൾ ആ ജെസബേലിനോട് കോംപ്രമൈസ് ചെയ്യുന്ന, ഉപദേശത്തെ പിൻകൊള്ളുന്ന വ്യക്തികളെ കുറിച്ച്, സഭകളെ കുറിച്ച് അവിടെ സൂചനയുണ്ട്. റോമാലേഖനം 12 അധ്യായം നാം പഠിക്കുമ്പോൾ യാഗമായിട്ട് സമർപ്പിക്കപ്പെടേണ്ടത് നമ്മെ ഓരോരുത്തരെയും ദിനംപ്രതി രൂപാന്തരപ്പെടണം, യാഗമായിട്ട് സമർപ്പിക്കണം. അപ്പോൾ ദൈവത്തിന് പെർഫെക്റ്റ് ഇതിൽ വെളിപ്പെട്ടു. ആ ദൈവത്തിന്റെ സ്വഭാവവും ദൈവത്തിന്റെ ഹിതവും വെളിപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ പോക്ക് എങ്ങോട്ടാണ്? ഒരു മനുഷ്യന് തനിക്ക് താൻ ചുമന്ന് തോന്നുന്ന വഴികളിലൂടെ പോകും. ഇതാണ് അടുത്ത കാര്യം. ഇനി അടുത്തതെന്ന് പറയുന്നത്, സഭ ചാവുവാനുള്ള കാരണം
ഒരു കാരണമുണ്ട്. അതിന്റെ പേര് അവര് നോർമലി ഡോക്ടറിൻ പിടിക്കുമായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുമായിരിക്കും, പല കാര്യങ്ങളും ചെയ്യുമായിരിക്കും. പക്ഷേ സഭയോടുള്ള ബന്ധത്തിൽ അവർ നിർജീവന്മാരായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സഭാ ശുശ്രൂഷയിൽ വരികയും സഭാരാധനയിൽ ലേറ്റായി വരും. ഒരാഴ്ച വന്നാൽ പിന്നത്തെ ആഴ്ച വരികയും പാസ്റ്റർ ചോദ്യം ചെയ്താൽ ഇഷ്ടപ്പെടുകയും ഇടമീറ്റിങ്ങളിൽ വരികയില്ല, സുവിശേഷ പ്രവർത്തനങ്ങളിൽ വരികയില്ല. ഇങ്ങനെ വ്യക്തികൾ രൂപാന്തരപ്പെടാൻ തുടങ്ങിയാൽ മനസ്സിലാക്കിക്കൊള്ളണം, ഒരു സഭാ ശുശ്രൂഷകൻ മനസ്സിലാക്കിക്കൊള്ളണം, സഭയിലെ അംഗങ്ങൾ അത്തരത്തിൽ നിർജീവന്മാരായി തുടങ്ങിയാൽ സഭാ ശുശ്രൂഷകൻ സീരിയസ് ആയി ഏറ്റെടുക്കണം. ഞാൻ തന്നെ എൻ്റെ കുടുംബം മാത്രം ശുശ്രൂഷിച്ചാൽ പോരാ, സഭയിലുള്ള ഓരോ വ്യക്തികളും കൂടുതലായി പ്രവർത്തിച്ചില്ല എങ്കിൽ സഭ എങ്ങനെയും ആവും, മരിക്കേണ്ടത്. ആദ്യം സൂക്ഷിക്കാൻ തുടങ്ങും, പിന്നെ മരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. അപ്പോൾ അതിനുള്ള മാർഗം എന്താ? ഒരു ദൈവദാസൻ എന്ന നിലയിൽ, ഒരു പാസ്റ്റർ എന്ന നിലയിൽ സഭയിലുള്ള മക്കളെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുവാൻ, പ്രാർത്ഥനയിൽ പങ്കാളികളാക്കുവാൻ, സഭ കൂടിവരവുകളിൽ പങ്കാളികളാക്കുവാൻ, അവർക്ക് കൂടുതൽ അവസരങ്ങൾ കൊടുക്കുവാൻ, അവരുടെ ചാവാറായ ശേഷിപ്പുകളെ ഉണർത്തുവാൻ ഒരു പിതാവ് എന്ന നിലയിൽ, ഒരു പരിശുദ്ധാത്മാവിന്റെ ഉപകരണം എന്ന നിലയിൽ നാം ശക്തമായി മുന്നോട്ട് വരണം. അതാണ് ചാവാറായ ശേഷിപ്പുകൾ. ഉറങ്ങുന്നവരെ, മരിച്ചവരുടെ നീ എഴുന്നേൽക്കും. നിന്റെ മേൽ കർത്താവ് പ്രകാശിക്കും, നമ്മുടെ മേൽ കർത്താവ് പ്രകാശിക്കും. 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്പർ 1, ഒന്നാമതായി ഞാൻ പറഞ്ഞത് പീഡനം ചിലപ്പോൾ സഭകളെ മരിപ്പിക്കും, അല്ലെങ്കിൽ ചില സഭകളെ ശക്തീകരിക്കും. ഹല്ലേലൂയ. രണ്ടാമത് പറഞ്ഞ കാര്യം, ഹല്ലേലൂയ, ചില സഭകളെ, അല്ലെങ്കിൽ ഈ അന്ത്യകാലത്ത് അനേക സഭകളെ തെറ്റായ ഉപദേശങ്ങൾ, കോംപ്രമൈസ് ചെയ്യുന്ന ഉപദേശങ്ങൾ, ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത ഉപദേശങ്ങൾ, അനേക കള്ള അപ്പസ്തോലന്മാർ ഒരുപക്ഷെ സഭയുടെ ഉള്ളിൽ നിന്ന് എഴുന്നേൽക്കാം, അല്ലെങ്കിൽ പുറത്തുനിന്ന് വരാം, സഭയെ കൊല്ലുവാനായിട്ട് ഇടയാവും. വളരെ ജാഗ്രത പാലിക്കണം. മൂന്നാമതായി പറഞ്ഞ കാര്യം, ഹല്ലേലൂയ, വേൾഡ്ലിനെസ്, ലോകമയത്വം, അല്ലെങ്കിൽ ഇമ്മോറാലിറ്റി, അത് സഭയുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ സഭ മരിക്കുവാനായിട്ടിടയും. 4ാമത്തെ കാര്യം, സഭാ കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതെ നിർജീവന്മാരായി ആരാധനയ്ക്കും കൂടിവരവുകൾക്കും പ്രാർത്ഥനകൾക്കും ഉപവാസ പ്രാർത്ഥനകൾക്കും സുവിശേഷ പ്രവർത്തനത്തിനും കർത്താവിന് കൊടുക്കുന്നതിനും ഒക്കെയും മടി കാണിക്കുമ്പോൾ സഭ നിർജീവമാകുവാൻ തുടങ്ങി. 3 മനോഭാവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാനൊരു വാക്കുകൾ സംഗ്രഹിക്കാനാണ്. അത് വ്യക്തിപരമായി നമ്മുടെ ഉള്ളിലേക്ക് വിരൽ ചൂണ്ടുന്ന 3 മനോഭാവങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ ഉള്ളിലേക്ക് വിരൽ ചൂണ്ടുന്ന 3 മനോഭാവങ്ങൾ. ഈ 3 മനോഭാവങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒറ്റ അധ്യായത്തിലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 46-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. 3 മനോഭാവങ്ങൾ നാം തിരുത്തേണ്ടതായ 3 മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സഭകളെ ശക്തീകരിക്കാൻ, ജീവനുള്ളവരായി മാറുവാൻ, അനേക ജീവനുള്ളവരെ എഴുന്നേൽപ്പിക്കുവാൻ, അനേകരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഇടയാക്കണമെങ്കിൽ 3 മനോഭാവങ്ങൾ ഇന്ന് പലക്കാലം തിരുത്തിയ മതിയാകും. 1-ാമത്തെ വാക്യം വായിക്കാം. 9:46. അവരിൽ വെച്ച് ആ വലിയവൻ എന്ന ഒരു വാദം അവരുടെയും നടന്നു. യേശു അവരുടെ ഹൃദയവിചാരം കണ്ട് ഒരു ശിശുവിനെ എടുത്ത് അരികെ നിർത്തി, ഈ ശിശുവിനെ എന്റെ നാമത്തിൽ ആരെങ്കിലും കൈക്കൊണ്ടാൽ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഭാഗമാണ് ഇവിടെ വായിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 46-ാമത്തെ വാക്യം. അവരിൽ ആരാണ് വലിയവൻ എന്ന ചിന്ത. ഇന്ന് ആത്മീയ ഗോളത്ത് അനേകരുടെ ജീവിതത്തിൽ ദൈവസഭകളുടെ തളർച്ചയ്ക്ക്, ദൈവം ആഗ്രഹിക്കുന്ന വളർച്ചയ്ക്ക് വിഘാതമായി നിൽക്കുന്ന ഒരു കാര്യം, ഞങ്ങളിൽ ആർ വലിയവനെന്ന് ചിന്തിക്കും. എന്നാൽ വാക്യം പറയുമ്പോൾ നമ്മളൊക്കെ വളരെ വിനയമാണ്. നമ്മുടെ വിനയം യഥാർത്ഥ വിനയമാണോ കപട വിനയമാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്? അത് തിരിച്ചറിയണമെങ്കിൽ
നാം ഒരു കാര്യം പറയാം. ആ കാര്യം പറയുമ്പോൾ ആ കാര്യം ഒരിക്കലും ചെവിക്കൊള്ളാൻ കഴിയാത്ത, എന്നെ ആരും പഠിപ്പിക്കേണ്ട, എനിക്കെല്ലാം അറിയാമെന്നൊരു ചിന്ത നമ്മളിൽ ഓരോരുത്തരും വ്യാപരിക്കുന്നുവെങ്കിൽ, ഞങ്ങളെല്ലാം തികഞ്ഞവരാണ് എന്ന ചിന്ത വ്യാപരിക്കുന്നുവെങ്കിൽ, ഒരു കൊച്ചു കുഞ്ഞു പറയുന്ന, നിഷ്കളങ്കതയോടെ പറയുന്ന ഒരു കൊച്ചു കാര്യമെങ്കിൽ ആ അർത്ഥത്തെ ഏറ്റെടുക്കാനുള്ള ഹൃദയവിശാലതയും ഹൃദയത്തിലെ എളിമയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒരു സഭ മരിപ്പിക്കുന്നതിൽ നമ്മുടെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് എളിമയുള്ള ഒരവസ്ഥയിലേക്ക് തിരിച്ചു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. എന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, പലപ്പോഴും ഹല്ലേലൂയ, ഇവിടെ നാം വായിച്ചപ്പോൾ ഒരു വാക്യം വായിച്ചപ്പോൾ 7 ആത്മാവ് എന്ന് പറയുന്ന ആ ഭാഗവും ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശനങ്ങളും ദൈവവചനത്തിന്റെ ആഴങ്ങളും നാം പഠിക്കുമ്പോൾ നാം ഒരുപക്ഷെ നാം ചിന്തിക്കുന്ന പ്രകാശനത്തിന് അപ്പുറത്തേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ഡോക്ടറിന് യാതൊരു വ്യത്യാസവുമില്ലാതെ കൂടുതൽ പ്രകാശനം നൽകുമ്പോൾ അത് ശരിയല്ല എന്ന് പറയുവാൻ നാം മെനക്കെടരുതെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാര്യം. പ്രൈസ് ദി ലോർഡ്. എല്ലാം വളരെ തികഞ്ഞ പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഉപദേശിച്ചു. ഒന്നാമത്തെ മനോഭാവം, എളിമയുള്ള മനോഭാവം നമുക്കുണ്ടാകും. ആ കാലഘട്ടത്തിൽ ശിഷ്യന്മാരുടെ മധ്യത്തിലുണ്ടായി ഞങ്ങൾ ആരാ വലിയവരെന്ന്. ഇന്ന് നമ്മളിൽ ആരാ വലിയവരെന്ന് ചിന്തിച്ചാൽ നമ്മുടെ സഭയിൽ എന്നോട് പറയുന്ന ഒരു വ്യക്തി, എന്തിനു നീ അങ്ങനെ പറയുന്നു, എന്തിനു നീ പറയുന്നു, നീ ഞാൻ പറഞ്ഞു കേട്ടാൽ മതി എന്ന് ചിന്തിക്കുന്ന മനോഭാവമാണെങ്കിൽ സഭ വളർച്ചയുടെ പാതയിലാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം 9:49 വായി. അമ്മെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശുവോട് വിരോധിക്കരുത്, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തത് നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമതായി നമ്മുടെ ജീവിതത്തിൽ വേണ്ട മനോഭാവം എന്താ? സ്വതന്ത്ര സഭയായി മാറിയപ്പോൾ നമ്മുടെ വിചാരം നമ്മളെല്ലാം തികഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാം തികഞ്ഞു നമ്മുടെ വിചാരം. എന്നാൽ പല കാര്യങ്ങളും നോക്കുമ്പോൾ തികഞ്ഞവരായി നമ്മൾ ബലഹീനന്മാരെ പോലെ ചിലപ്പോൾ മറ്റു സഭാ ശുശ്രൂഷകളുടെ മുമ്പിൽ നിൽക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കൂട്ടങ്ങളിൽ വരുമ്പോൾ നമ്മൾ ഊർജ്ജസ്വലരായിട്ട് ആരെയും കൂട്ടാക്കാത്ത വിധത്തിൽ നമ്മൾ വലിയ ശക്തമായ ഭാഷയിൽ വന്നു. പുറത്തു വലിയ ശുശ്രൂഷ ചെയ്യുന്ന പല ദേവദാസന്മാരുടെ മുമ്പിലും കുഞ്ഞാടുകളെ പോലെ നിൽക്കുന്ന ഇൻഡിപെൻഡന്റ് ചർച്ചിന്റെ പാസ്റ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്തോത്രം. സത്യമായ ഒരു കാര്യമാണ്. ഇനി സ്വതന്ത്ര സഭയായി മുന്നോട്ട് പോകണമെങ്കിൽ മറ്റുള്ളവരെ വിമർശിക്കണമെന്നോ തള്ളിക്കളയണമെന്നോ എന്നുള്ളൊരു കാര്യമുണ്ടോ? ദൈവവചനം എന്താ പറയുന്നത്? ഇവിടെ കർത്താവിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ്. ഒരു പിശാചിനെ പുറത്താക്കും. എന്താ പിശാചിനെ പുറത്ത്? കർത്താവ് ചെയ്ത ഏറ്റവും വലിയ ശുശ്രൂഷയിൽ ഒന്നത്രേ പിശാചുകളെ പുറത്താക്കുന്ന ശുശ്രൂഷ. പിശാചുകളെ പുറത്താക്കി, പിശാചിന്റെ ബന്ധനത്തിൽപ്പെട്ടവരുടെ ബന്ധനം അഴിച്ചു, അനേക സൗഖ്യങ്ങളെ കൊടുത്തു. അങ്ങനെ ഒരുത്തൻ സൗഖ്യം കൊടുത്തപ്പോൾ ശിഷ്യന്മാർ വന്ന് യോഹന്നാൻ എന്ന് പറയുകയാ, ഇതാ ഒരുത്തൻ എന്തു ചെയ്യുന്നു, അവിടെ പിശാചിനെ പുറത്താക്കാം, അവനൊക്കെ നമ്മുടെ കൂടെ നടക്കുന്നു. അതുകൊണ്ട് അവനെ നമ്മൾ എന്ത് ചെയ്യണം? വിരോധിക്കണം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്ത് മനുഷ്യരാണ്? ഞാൻ ആരെന്നാ നിങ്ങൾ വിചാരിച്ചത്? നമ്മുടെ ഇടയിൽ ഇങ്ങനൊരു മനോഭാവമുണ്ടോ? നമ്മളെ കൂടാതെയുള്ള സകലരും തെറ്റുകാരാണെന്നും അവര് ഉപദേശപ്രശ്നമുള്ളവരാണെന്നും എന്ന് നാം ചിന്തിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അവരിൽ ഉപദേശപ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ തിരുത്തുവാൻ ശ്രമിക്കണം. അല്ലാതെ അപ്പാടെ കാടടച്ച് നമ്മൾ വിടിവിക്കാൻ നമ്മെ കുറിച്ച് ദൈവം ആഗ്രഹിക്കണം. വിരോധിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ വചനം കൃത്യതയോടുകൂടി പറയുന്നത്, കർത്താവ് പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. 9:49 ഒരാൾക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. ഞങ്ങളോടുകൂടെ ഇങ്ങനെ അനുഗമിക്കായികയാൽ അവരെ വിരോധിച്ചു എന്ന് യോഹന്നാൻ പറഞ്ഞതിന് യേശു അവനോട് വിരോധിക്കരുത്, നിങ്ങൾക്ക് പ്രതികൂലമല്ലാത്തവൻ നിങ്ങൾക്ക് അനുകൂലമല്ലോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദേവദാസന്മാർ എന്ന നിലയിൽ ഒരു എക്സ്പ്ലനേഷന്റെ ആവശ്യമില്ല. മൂന്നാമത്തേതായ മനോഭാവം, നമ്മൾ മാറ്റേണ്ടതായ ഒരു മനോഭാവത്തെ കുറിച്ചും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് ലൂക്കോസിന്റെ സുവിശേഷം തന്നെ 9-ാം അധ്യായം അതിന്റെ 53-54 വാക്യം. എന്നാൽ അവൻ യെരൂശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കുകയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. അത് അവന്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന്
തീ ഇറങ്ങി അവരെ നശിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നത് എനിക്ക് സമ്മതമായി തോന്നിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനം എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യന്റെ പ്രാണങ്ങളെ നശിപ്പിക്കാനല്ല രക്ഷിക്കാനത്ര വന്നത് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ മനോഭാവം അവർ പറയുക, ഈ പട്ടണങ്ങൾ നമ്മെ സ്വീകരിക്കുന്നില്ല, ഇവർ ഞങ്ങളെ കൈക്കൊള്ളുന്നില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവരെ നശിപ്പിക്കണം, ഇവരെ നശിപ്പിക്കണം. എന്നാൽ കർത്താവിനോട് സമ്മതം ചോദിച്ചു. അത് വലിയ കാര്യത്തില്ല. കർത്താവിനോട് സമ്മതം ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ വന്നത് നശിപ്പിക്കാനാണ്, ഞാൻ വന്നത് നേടാനാണ്. അതുകൊണ്ട് എത്ര ദൈവവചനത്തിന് വിരോധമായിട്ട് പാപഭംഗിരമായ ഒരു ലോകത്ത് ജീവിക്കുന്നവരാണെങ്കിൽ നാം മടുത്തു പോകാതെ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു മനോഭാവം നമുക്ക്. ഈ മനോഭാവം ഇല്ലെങ്കിൽ സഭ ശുഷ്കമായി. നമ്മളിൽ ആ വലിയവനാണെന്ന ചിന്തയുണ്ടെങ്കിൽ നമ്മുടെ സഭ ശുഷ്കമായി. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ പോലെയല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ വെറുക്കുന്ന അല്ലെങ്കിൽ വാക്കിനാൽ നാം ചിത്രീകരിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ നാം നമ്മുടെ വളർച്ചയെ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്ന സഭകളിൽ ഈ കാലഘട്ടം നോക്കിയാൽ നാം ആഗ്രഹിക്കുന്നത് നാം ഇന്ന് ആയിരിക്കുന്നതിൻ്റെ ഒരു 5 or 6 ഇരട്ടി ജനം കൂടി വന്ന് ദൈവത്തെ ആരാധിപ്പാനുള്ള ഒരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. നമ്മുടെ കമ്മിറ്റ്മെന്റ്, നമ്മുടെ ദൈവവചന പഠനം, നമ്മുടെ വ്യത്യസ്തമായിരിക്കുന്ന ആ മറ്റുള്ളവരുടെ വ്യത്യസ്തമായ ജീവിത ശൈലി, ഇതെല്ലാം തന്നെ നിശ്ചയമായും അനേകരെ തീരുമാനം വലിച്ചെടുക്കുവാനും അനേകരെ നമ്മുടെ സഭയിലേക്ക് കൊണ്ടുവരുവാനും ഇടയാണ്ട കാലം അതിക്രമിച്ചു. പക്ഷേ അതിൻ്റെ മധ്യയിൽ നമുക്ക് തളർച്ച നേരിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മൾ തയ്യാറാണ്. 3 മനോഭാവങ്ങളാണ്. ഈ മനോഭാവങ്ങൾ എല്ലാ മനോഭാവങ്ങളും എല്ലാവർക്കും ഉണ്ടാവുന്നില്ല. ചിലർക്ക് ജ്ഞാനവലിയുന്ന ഒറ്റ മനോഭാവം ഉണ്ടാവും. വേറെ ചിലർക്ക് ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത മുഴുവൻ തെറ്റുകാരെന്ന് ഒറ്റ ചിന്തയുണ്ടാവുള്ളൂ, മറ്റു കാര്യങ്ങളൊക്കെ കറക്റ്റായിരിക്കും. വേറെ ചിലർക്ക് ഒത്തിരി മനസ്സലിവുണ്ടാവും. വേറെ ചിലർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരോട് എത്ര പറഞ്ഞിട്ടും കേട്ടില്ല, ഇനിയിപ്പോൾ ആ ഭാഗത്തേക്ക് പോണ്ട എന്ന ചിന്തയായിരിക്കും. എല്ലാവർക്കും ഈ എല്ലാ മനോഭാവങ്ങളും ഞാൻ പറയുന്നു. ഹല്ലേലൂയ. പലപ്പോഴും എനിക്ക് 3 മനോഭാവങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്, ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ പെർസിക്യൂഷൻ വരുമ്പോൾ, അതല്ലെങ്കിൽ തെറ്റായ ഉപദേശങ്ങൾ വരുമ്പോൾ, അതുപോലെ തന്നെ ഈ ലോകമയത്തും അതുപോലെ തന്നെ ഇമ്മോറാലിറ്റിയും വരുമ്പോൾ, അതുപോലെ തന്നെ സഭയിലുള്ളവർ ജീവനില്ലാത്തവരായി മുന്നോട്ട് പോകുമ്പോൾ ഹല്ലേലൂയ എന്താണ് ചെയ്യേണ്ടതെന്നും എൻ്റെ മനോഭാവത്തിൽ ഞാൻ വലിയവനാണെന്ന ചിന്ത മാറ്റണമെന്നും അതുപോലെ തന്നെ ഹല്ലേലൂയ നമ്മോട് കൂടിയല്ലാത്ത മുഴുവൻ പ്രശ്നക്കാരാണ്, അവർ വിരോധിക്കണമെന്നുള്ള ചിന്തയാണ് എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ മാറ്റണമെന്നും അതുപോലെ തന്നെ ഏറ്റവും മനസ്സലിവോടും സ്നേഹത്തോടും കൂടെ അടുക്കൂടാതെ പ്രാർത്ഥിച്ചും പ്രവർത്തിച്ചുകൊണ്ടും മുന്നോട്ട് പോയാൽ ചാവാറായ ശേഷിപ്പുകളെ നമുക്ക് മാറ്റുവാനായിട്ട് കഴിയും. നമ്മുടെ സഭകളെ ഉണർത്തുവാനായിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഞാനിത് പറയുന്നത് കൊണ്ട് ഹല്ലേലൂയ നിങ്ങളിൽ ഒരുവനായിട്ട്, നമ്മളിൽ ഒരുവനായിട്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ് എന്ന് വിളിച്ചത്. ഇതിൽ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏറ്റെടുക്കാൻ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദേശം പറഞ്ഞതാണ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇനിയൊരു അവസരം ലഭിച്ചു നോക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ.